പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മെറിൻ. ഇത് ഹസ്ബൻഡ് റിൻഡോ. ഇത് മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞ് ആൻ്റണി. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നില്ല. അതായത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. കാലക്രമേണ അത് ഗുളിക കഴിച്ചാൽ മാത്രമേ പീരീഡ്സ് ആവുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. ഞങ്ങൾ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് സാധാരണയായി സ്ത്രീകളിൽ നടക്കുന്ന അണ്ടോൽപാദനം എൻ്റെ ശരീരത്തിൽ നടക്കുന്നില്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരപ്രകൃതിയാണ് ഇപ്പോഴുള്ളത്. ആയതിനാൽ നോർമൽ പ്രഗ്നൻസി സാധ്യമല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ആകപ്പാടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് IVF മാത്രമായിരുന്നു. അതും IVF ചെയ്യണമെങ്കിൽ തന്നെ വേറൊരു ദാതാവിൽ നിന്നും ഓവം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ IVF ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. IVF എന്ന ഓപ്ഷൻ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് രണ്ടുപേരും അത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ എനിക്ക് അവസാനമായി പീരീഡ്സ് ആകുന്നത് ലാസ്റ്റ് ഇയർ 2023 ജനുവരിയിലാണ്. 2023 ജൂലൈയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ധ്യാനങ്ങൾ കാണുകയും അതോടൊപ്പം സാക്ഷ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് മക്കളില്ലാത്ത ഒരു ദമ്പതികളുടെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ സാക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് യൂട്യൂബിൽ വരുമ്പോൾ അതുപോലെ ഞങ്ങൾക്കറിയാവുന്ന ഇതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഞാനത് ധാരാളം ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതോടൊപ്പം ചൊവ്വാഴ്ചകളിലുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടുമായിരുന്നു. അങ്ങനെ ഉടമ്പടി പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി പ്രയർ സ്റ്റാർട്ട് ചെയ്ത് 90 ദിവസമായപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നെഗറ്റീവായിരുന്നു വന്നത്. അതായത് ഡിസംബർ 18 ഞാൻ ടെസ്റ്റ് ചെയ്തത്. അതിനുശേഷം ജനുവരി മാസം ലാസ്റ്റ് മാസമായപ്പോൾ എനിക്കൊരു വോമിറ്റിങ്ങും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടതുകൊണ്ട് വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിട്ട് ഏകദേശം 2 മാസവും ഒരാഴ്ചയുമായിരുന്നു. അതായത് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി തീർന്ന ആ ഒരു സമയം തന്നെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാപിച്ച എല്ലാവർക്കും അതോടൊപ്പം ഞങ്ങളുടെ മേൽ കരുണ കാണിച്ച ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം